ഗൈസ്, അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും എസ്പിയും വീണ്ടും കണ്ടുമുട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ ചായ ഒന്നല്ല ഉണ്ടായത്, കുറച്ചുകൂടെ നടക്കാനുള്ളൂ പറഞ്ഞ് കണ്ടോളൂ. ഞാൻ കുറേ നേരം നടത്തിച്ച്. അപ്പം പന്നൂരങ്ങാടി പോയി കുറച്ചു നേരം കാത്തു തരുന്ന നമ്മളെ കഥാനായകൻ വന്നു ഗായ്സ്. ഞങ്ങൾ കൊടുവള്ളി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഏടെങ്കിലും കിടക്കുന്ന വള്ളിയും പിടിച്ച് തൂക്കുക എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. എല്ലാ വള്ളിയും ഓളെടുത്ത് കണ്ടല്ലേ മോള് കണ്ടോ പോരാനായിട്ട് ആ മൈനൻ ഒളിഞ്ഞേം കൂടി കാണിച്ചത്. പക്ഷേ വലിയ വിഷയമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം എല്ലാവരും സേഫായി പോരെ കുത്തിരിക്കുക. നമ്മൾ മഴ ചോർന്നാനും എല്ലാം ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ടതായാലും വലിയ കുറേ കാത്തു നിന്നാലും ഞങ്ങളൊരു യുദ്ധമൊക്കെ വെട്ടിയതിനു ശേഷമാണ് പോയത്. ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അമ്മായിക്ക് വല്ലാണ്ട് കൂടുമ്പോൾ ഞങ്ങൾ വല്ല ശാന്തമായിട്ടുള്ള. അപ്പൊ കൊടുവള്ളി എത്തിയാലും മൊത്തം പ്ലാൻ മാറി. സൈൻലബാനിൽ പോകാനുള്ള പ്ലാനായി. അത് ഇത്രയും നേരം ഞങ്ങൾ കാത്തു നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗർ ഞാനായിരിക്കും. മുർഷിദ കേട്ടിനെ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ താണ്ടി സൈലബാനിലെത്തി. അപ്പൊ എസ്പിന്റെ ബ്ലോഗ് എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ സെറ്റപ്പും കണ്ട് അവിടെ ഫുള്ള് വാങ്ങാൻ പോയതോടാണ് കേട്ടോ. എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ടോന്നൊരു സംശയം. നിനക്ക് ആ മേരി ഓർമ്മയുണ്ടോ? ഏത് 5Bയിലെ? അവളെ കുറിച്ചൊരു അക്ഷരം മുണ്ടി പോകരുത്. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. എന്താ ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങിവിടാതെ ഏതെങ്കിലും ആരാധകന്മാരുണ്ടാവോ? സനു മഞ്ജു വാര്യറാണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിംഗ് വർക്ക് കേട്ടോ. അപ്പൊ കുറച്ചു നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ഭാഗ്യത്തിന് നമ്മളെ മഴ ഒന്നും ചതിച്ചില്ല. മഴ 2 മണിക്കൂർ നേരത്തേക്ക് അടിഞ്ഞു നിന്നിട്ടുള്ളൂ. അപ്പം ഒരു അടിപൊളി ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ അത്ര എടുക്കൊണ്ട് ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടും തിരിച്ചു പോന്നു. അപ്പൊ ഓക്കെ ബൈ.